സോ മച്ചന്മാരെ, അപ്പോൾ നമ്മളെ ഇന്നൊരു സാഡ് വാർത്തയാണ്. പക്ഷെ എന്നാലും ഇന്നൊരു ചെറിയ സന്തോഷ വാർത്ത ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി ഇന്നലെ രാത്രി 12 മണിക്ക് ഒന്ന് ആക്സിഡൻ്റായി. പിന്നാലെ ഇവിടെ പോലീസെല്ലാം വന്ന് ചെക്കപ്പെല്ലാം നടത്തി എന്നിട്ട് നാളെ വണ്ടി എടുത്തോളാൻ പറഞ്ഞു. ആഫ്റ്റർ 1 day വന്നേക്കാണ്. വണ്ടി ഓണാവുണ്ടോ? നോക്കട്ടെ ഒരു സെക്കൻഡ്. ഇത് പിന്നെ ഫുള്ള് ഒടിവും മടവെല്ലാണ് മച്ചാനെ. എൻജിൻ പണി കയറിയിട്ടുണ്ടാവും. ഭയങ്കര ആക്സിഡൻ്റ് ഉണ്ടായത്. വണ്ടീൻ്റെ ഇപ്പോഴത്തെ ലൈഫ് കണ്ട 31% ഹാർട്ട് ബീറ്റ് അടിക്കുന്നു. നമുക്കെന്നാ പയ്യെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. സ്റ്റാർട്ടായി, ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. എന്നാൽ ചെറുത് ഓക്കെ ചെറിയ വണ്ടി റിവേഴ്സ് വീണ്ടും വണ്ടി ഓഫായിട്ടാണ്. വണ്ടി വീണ്ടും സ്റ്റാർട്ടാകാം. ഇപ്പം വർക്കായി. നേരത്തെ ഓഫായി ആദ്യം. അയ്യോ, നമ്മളെ ഏരിയ കണ്ടുപിടിച്ചിട്ട് എടുക്കണ്ടേ. ഓക്കെ ചെറിയ വേണേ. ഇതെന്തേ വീണ്ടും വണ്ടി ഓഫായി. വീണ്ടും പണ്ടാരണ്ട. ഒച്ചയാക്കല്ല വണ്ടികളെ, കോൺസെൻട്രേഷൻ കളയാനായിട്ട്. നമുക്ക് ലൈക്ക് അടിക്കാത്ത ലൈക്ക് ചെയ്യാം. എൻ്റെ ആംബുലൻസ് ഞാൻ ഇന്നെ കുത്തിയിടുന്ന് പറഞ്ഞാൽ രോഗീൻ്റെ വണ്ടിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ ചെറിയ എഞ്ചിനെല്ലാം ഭയങ്കര ഷോക്കായിട്ടുണ്ടാവും. ഇല്ല, അങ്ങനെ ഷോക്കൊന്നുമില്ല അല്ലേ. കൊച്ചാക്കല്ല എൻ്റെ വണ്ടി. അതാ ഇതാണ്ട് വണ്ടി. ഇതേണ്ടേ ആദ്യം ഓഫായി വണ്ടി. വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വിടാം. ഇതാണ്ട് നമ്മൾ പോണ സ്പീഡ് നോക്കോളി. ഫോണിൽ ഇപ്പം കട്ട വർക്കിങ് തന്നെ. സെക്കൻഡിലെല്ലാം കയറുക. ഇല്ല, കയറുന്നില്ല. ദാണ്ട് ഒരു വലിയ കയറ്റം വന്നിട്ട് 4th ഗ്രിപ്പ് കിട്ടും കൊണ്ടേ. അയ്യോ കയറുന്നില്ല. കയറേണ്ട വണ്ടി പണ്ടാരം 1 അടക്കം കയറുന്നില്ലേ. സൗണ്ട് ഇല്ലേലും പോയി ചത്തോ. ദാണ്ട നോക്കി നമ്മളെ വണ്ടി ഏകദേശം കണ്ണാടീൻ്റെ ആ സൈഡത്തെ സുനടക്ക അടിച്ചിട്ട് എന്തെന്നറിയില്ല. ഓക്കെ സെക്കൻഡിൽ കയറുന്നുണ്ട് വണ്ടി. തീ എന്നല്ല. അയ്യോ, സെക്കൻഡിൽ ഒന്നും കയറുന്നില്ല. ഒരു സെക്കൻഡ് നമുക്ക് ചെയ്യാം. വേറെ നമ്മളെ വർക്ക്ഷോപ്പ് ഏകദേശം ഒരു ഓഫ് റോഡെല്ലാം കഴിയണം തോന്നുന്നു. ഏകദേശം ഓഫ് റോഡൊന്നുമല്ല, എന്നാലും മെയിൻ റോട്ടുമ്പോൾ തന്നെ. നേരെ ചവിട്ടി പിടിച്ചൊക്കെയാണ് ആക്സിലറേറ്ററിൽ. വണ്ടി ഒരു പൂട്ടി അനങ്ങുന്നില്ല. നല്ലൊരു ഇതുണ്ടാവും. ഇതാണ്ട് വീണ്ടും ഓഫായി. ഒരു സെക്കൻഡ് വെച്ചാൽ അയ്യോ ബ്രേക്ക്. ഒരു സെക്കൻഡ്. നമ്മൾ വണ്ടി എന്തല്ലോ പ്രശ്നമായി. നമ്മൾ എന്തോ പ്രശ്നമായതാണ്. നമുക്ക് പയ്യെ കൊണ്ട് കൊടുക്കാം. വണ്ടി പനങ്ങുന്നില്ല. പണ്ടാരം
ചേരെ അവള് പൊട്ടേക്കാണ്. ദാണ്ട് ട്രെയിനെല്ലാം പോകുന്നു. ട്രെയിൻ പോയാൽ തീയായി. അങ്ങനെ വണ്ടി ഓണായി. എൻ്റെ പൊന്നളിയ അവിടെ മാറിയിരിക്കും. പിന്നെ ഇനി ആടെങ്കിലും തട്ടിമുട്ടി ചെയ്താൽ പിന്നെ വണ്ടിയില്ല. കഥം വഴിയേറ്റി. അവിടെ മാറിയിരി. പിപ്പി പിപ്പി. ഓക്കെ, നമ്മളെ എല്ലാ എണ്ണത്തിനും തട്ടി എഴുതിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഓക്കെ, നമ്മളെ വണ്ടി സ്റ്റാർട്ട് അടക്കമാവുന്നില്ല. അവിടെ ട്രെയിനിൻ്റെ അടുത്തൊന്നും വണ്ടി എങ്ങനെ ഓണാവുന്നില്ല. വൈപ്പറെല്ലാം വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഭാഗ്യം. എന്താ പറയാം, സ്പീഡിലിടാം. സ്പീഡിൽ ദേനം വണ്ടി ഒന്നിലും കയറുന്നില്ല. പണ്ടാരം മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടാം. സാനിപ്പം അനങ്ങുന്ന 49 km/h എന്ന് പറഞ്ഞു. ആ റേഞ്ചിലാണ്. തുറന്ന് വന്നല്ല. ഞാൻ 2ലേക്ക് കിട്ടും. എൻ്റെ പൊന്നളിയാ, ഇതെല്ലാം പറഞ്ഞിട്ട് തുറക്കണ്ടേ. 22 ഹാർട്ടായി. ദാണ്ട് 3ലേക്ക് കയറുന്നില്ലല്ലോ പണ്ടാരം. കയറി. ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ പൊന്നളിയാ, ഒന്ന് നേരാണ് വളച്ചുവിട കൊല്ലം. വർക്ക്ഷോപ്പ് ഏകദേശം കുറച്ച് ഒരു 30 km ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളാ ലൈറ്റെല്ലാം നോക്കിയിട്ടുണ്ട്. ഞാൻ ലൈറ്റ് ഇടാണ്ടെന്ന്. ഇന്ന് RGB വർക്ക് ചെയ്യണ്ടല്ലേ. വർക്ക് ചെയ്യണ്ടോ ഏടോ മോനെ. നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും വെച്ച്. ഇതേ ഡോറെല്ലാം തുറന്ന് നിൽക്കുന്നു. ഇതെന്ത് സ്ഥലം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇത് മെക്കാനിക്കിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. മെക്കാനിക്കിൻ്റെ ഷോപ്പ് ഏകദേശം അങ്ങോട്ട് കർണാടക അങ്ങോട്ടെല്ലാണ്. അങ്ങോട്ട് പോകാൻ മെക്കാനിക്കിന് പിന്നെ മടിയാണ്. മെക്കാനിക്ക് അവിടെ ഒരു സ്റ്റാഫിനും വെച്ചിട്ട് ഇവിടെ വന്ന് കഴിക്കും. അങ്ങനെ ഒരു മാസത്തിലൊരിക്കൽ അങ്ങോട്ടെല്ലാം പോലെയാണ് പരിപാടി. ഈ വഴിയെല്ലാം തെറ്റിയ ഇല്ല. വഴി തെറ്റിട്ടൊന്നുമില്ല. നമ്മ ബൈഹാർട്ടാക്കി വെച്ചാണ്. അതെങ്ങനെ തെറ്റാണെന്ന് തുറന്ന വേഗം. തുറന്നാടോ. മെക്കാനിക്കിൻ്റെ സ്ഥലത്തേക്ക് പോകണം എനക്ക്. പണ്ടാരം അലമ്പ് ഈ സ്ഥലമല്ലേ. എടാ ഞാൻ ബൈഹാർട്ടാക്കി. ഐഡിയുണ്ട്. അപ്പുറത്തേക്കാണ് പോകണ്ട്. നമ്മൾ പൊട്ടന്മാര് ബൈഹാർട്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരാൾക്ക് അങ്ങനെയൊന്നും ബൈഹാർട്ടാക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ മെക്കാനിക്കിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങ് ഉഗാണ്ടയിലാണ്. പണ്ടായ കാരണം അമ്മ ഇപ്പം തമിഴ്നാട്ടിലുണ്ട് അത്രേ. ഇനി അങ്ങോട്ടേക്ക് അയ്യോ എൻ്റെ അളിയ മുട്ടി.
തുറക്കാനായിട്ട് പോണ. ഓക്കെ, ഇപ്രാവശ്യം തുറന്നു. ഇനി അതിലേ അങ്ങനെ ആവുന്നുണ്ട്. മറ്റേ സ്ഥലം കൊന്ന് പൊട്ടിയിട്ടായാലും ഇനി 1% അനങ്ങിയാൽ പിന്നെ വീഡിയോ എൻഡ്സ്. കാരണം പിന്നെ ബസ് ശരിയാക്കി എടുക്കാൻ ഏകദേശം ഒരു 2-3 മണിക്കൂറും ദിവസം എടുക്കും. ചിലപ്പോൾ മാസങ്ങളെടുക്കും. ഞാൻ 2-3 മണിക്കൂർ ഇങ്ങനെ പുല്ല് പറയുന്ന പോലെ പറയും. ഏകദേശം മെക്കാനിക്കിൻ്റെ വീടെത്താനായി. പണ്ടാരം ഇനി ഇതിൻ്റെ അടിയിലേ പോകണം. അതാണ് നമ്മളെ ടാസ്ക്. ഇവിടെ എവിടെയോ എടുത്താണ്. എനക്ക് മണം കിട്ടി. എന്ന് പറഞ്ഞാൽ പവ കിട്ടി. ഇനി ആ മാഗിൻ്റെ മണം പോലത്തെ എന്തോ ആണ്. എനക്ക് മണം കിട്ടി. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ഞാൻ കണ്ട് അതാണ്ട് ഏകദേശം താണ്ട് അതാ ഇത് ഇപ്പുറത്ത് ഞാൻ കണ്ടു. ഇവിടെ ഇവിടത്തേക്ക് മെക്കാനിക്ക് വരുന്ന പറയുന്നത്. ഏകദേശം ഈ ലൊക്കേഷൻ എനിക്ക് അയച്ചു. മെക്കാനിക്ക് ശരിയാക്കുന്ന പറഞ്ഞാൽ നമുക്കൊന്ന് ഒരിക്കൽ പുറത്തെല്ലാം നീങ്ങിയിരിക്കാൻ നോക്കാം. ടി ആക്കുന്ന നിർത്തി. ഇതേനെ ഏകദേശം നമ്മളെ വണ്ടി ഇങ്ങനെയാണില്ല ഇപ്പോഴത്തെ അവസ്ഥ. നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഇനി നമുക്ക് ആഫ്റ്റർ കാണാം. ഇതാണ്ട് ഇവിടെയെല്ലാം പൊടി പിടിച്ചിട്ടില്ല. മെക്കാനിക്ക് ഇങ്ങോട്ട് വരുന്ന പറഞ്ഞു. ശശിയണ്ണൻ വേറെ ഒരു മെക്കാനിക്കിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് വേറെന്തോ പേരാണ്. സുനിമോനാണ് നമ്മളെ മെക്കാനിക്ക്. ഇപ്പോൾ ഓർത്ത് നമുക്ക് നോക്കാം മെക്കാനിക്കിനാ. അടുത്ത തന്നെ റെസ്റ്റോറൻ്റെല്ലാം ഉണ്ട്. നമുക്ക് റെസ്റ്റോറൻ്റെല്ലാം കയറിയിട്ട് വരാം. ഓക്കെ, നമ്മളെ മെക്കാനിക്ക് ഇതുവരെ എത്തിച്ചാ. എന്നാൽ കുറച്ച് സമയം കൂടി എന്തെങ്കിലും നടന്നിട്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, വണ്ടിയിൽ കുറച്ച് AC ഇടാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ മെക്കാനിക്ക് എത്തിയിട്ടുണ്ട്. വരാമെന്ന് പറഞ്ഞാൽ അടുത്ത ഏതോ ചായപ്പീടികയിൽ ചായ കുടിക്കുന്നത് പറയുന്നത്. ഇപ്പോൾ എത്തും. നമുക്ക് ബിഫോർ കാണാം, അല്ല ആഫ്റ്റർ കാണാം. ഓക്കെ വെച്ചാൽ നമ്മൾ മെക്കാനിക്ക് പറയുന്നത് നമ്മളെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരണമെന്ന്. വർക്ക്ഷോപ്പ് ഏകദേശം ഈടെയാണ്. ആ വർക്ക്ഷോപ്പിലേക്ക് പോകാമെന്ന് ഞാനും പറഞ്ഞു. മെക്കാനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ലാന്നേയില്ല. നമുക്ക് നേരെ വർക്ക്ഷോപ്പിലെത്തിയിട്ട് കാണാം. അപ്പം ഓക്കെ വെച്ചാൽ അപ്പോൾ നമ്മളെ മെക്കാനിക്ക് പറയുന്നത് നാളെ എത്തുമെന്ന്. അപ്പോൾ ഏകദേശം നാളെ നോക്കട്ടെ. ഓക്കെ മെച്ചമായി. അപ്പോൾ നമ്മളെ അടുത്ത ദിവസം വന്നേരം പറഞ്ഞു നമ്മളെ വണ്ടി ശരിയായിന്ന്. അത് പിന്നെ ലൈറ്റ് വെക്കാനും കൂടി ഞാൻ ചോദിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ പൈസ ഇല്ല. 7 ചില്ലറയില്ല. എന്താ വെച്ചാൽ ഞാൻ പകുതിയോളം ഈ റിപ്പയർ ചെയ്യാൻ കളഞ്ഞ് അങ്ങനെല്ലായി. നമുക്ക് ഒരു ടൂർ എടുക്കാം. ഞാൻ പകുതിക്ക് ടൂറാക്കി വെച്ച്. എന്താ വെച്ചാൽ എന്നിട്ട് ഞാൻ ടൂർ വെച്ചിട്ട്
എൻ്റെ വേറെ ഫ്രണ്ട് പകുതി വരെ എത്തിച്ചു. അവസാനം ഓനും പറഞ്ഞു ഞാനും പോലെ. ഇന്നലെയാണ് ഞാൻ ഈ ഫ്രീ മോഡ് എടുത്ത് എന്നിട്ട് കൊണ്ടുപോയി നേരെ ആക്സിഡൻറ്റ്. ഞാൻ കണ്ടിട്ടാ വണ്ടീനെ ഒരാഴ്ചയായിട്ട്. പിന്നെ ആക്സിഡൻ്റ് ആയി എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഒന്നാടും പോലീസ് ദിവസം വന്നു എന്നിട്ട് നാളെ വണ്ടി എടുത്തോളം പറഞ്ഞു. അങ്ങനെ ഓരോന്നും പ്രശ്നം എല്ലാം ആയി. പിന്നെ MVD എല്ലാം വന്നു. പോലീസ് കുറച്ച് തന്നെ വന്നിട്ട് MVD കുറച്ച് ആള് കുറച്ച് ആള് വണ്ടിയിൽ വന്നിന്. 2-3 ആള് 2-3 വണ്ടി. അത് നമ്മളെ വണ്ടി ഇപ്പം കുട്ടപ്പനായിട്ടുണ്ട് നമ്മളെ വണ്ടി. വൈപ്പറിൽ ഇപ്പം കട്ട വർക്കിംഗ് തന്നെ. ലൈറ്റെല്ലാം വർക്കിംഗ് ആണ്. ഇതിൻ്റെ സ്പീഡെല്ലാം ഉണ്ട് ഇപ്പോൾ. മെക്കാനിക്ക് തീ തന്നെ ഇതാണ്ട് 1-44 കയറുന്നു. 61 സിമ്പിൾ മാൻ. ഒരു സെക്കൻഡ്. വണ്ടി തീയായി മറ്റേ എന്താ അറിയില്ല, മെക്കാനിക്കിന്റെ പവറേ. എൻ്റെ അളിയോ തീ സ്പീഡ്. ഇപ്പം ഓവർടേക്കെല്ലാം സിമ്പിൾ പുല്ല് പോലെയാണ്. ഒന്നായത് വണ്ടിക്ക് ഒന്നായിട്ട് ലൈറ്റ് തെറിച്ചു കഴിഞ്ഞ് അത്ര ഇല്ലൂന്നാ പറയുന്നത്. ലൈറ്റ് തെറിച്ചു വന്നാണ്ടി മുമ്പത്തെ ഹെഡ്ലൈറ്റ് ആണെന്നോ ദൈവത്തിനാണ്. വേറെ ഒരു പ്രശ്നമില്ല. എന്തായാലും ആദ്യം ശരിയാക്കാൻ പോകുന്ന വണ്ടി ആയിരിക്കും ഇനി. നമുക്ക് ഒരു ട്രാഫിക്കും ഇല്ല മക്കളെ. അതുകൊണ്ട് അത് നേരത്തെ 2 ആള് പാരലായിട്ട് വർക്ക് ചെയ്തോണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എടുത്ത് നൈസായിട്ട് ഇങ്ങനെ വെട്ടിച്ചോട്ടിന്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അയ്യോ തീപ്പൊരി 144 കയറുന്നു. സ്പീഡെല്ലാം കയറ്റം. എന്താ ചെയ്യാനാ. 144. അയ്യോ അവിടുന്ന് ബ്രേക്ക് പിടിച്ചിട്ട് നല്ല ഗിയർ 5ലേക്ക് ഇടുക. മിനി വാൻ എങ്ങോട്ടേക്കാന്ന് തോന്നുന്നു. എനിക്കൊരു 4 ഇടാം. പിന്നെ പയ്യെ അത്ര പയ്യ മതി. ഇനി നമുക്ക് അടുത്ത മാപ്പിൽ കാണാം. അടുത്ത മാപ്പ് കഴിഞ്ഞിട്ടേ ഒരു നിർത്തും. ഇത് ബ്രേക്ക് പിടിക്കേണ്ട ഓപ്ഷനാണ്. നമ്മളെ മാപ്പ് തീർന്നിട്ട. എനിക്ക് കണ്ണിനെന്തോ പ്രശ്നമുണ്ട്. നമ്മളെ വണ്ടി വീണ്ടും ഇടുക. ഫസ്റ്റ് വണ്ടിക്ക് വീണ്ടും ഒന്നാഴ്ച എന്ന് തോന്നുന്നു. ബ്രേക്ക് കൂടി ബ്രാ. അപ്പം ഞാൻ കുറച്ചുള്ള ഗിയർ മാറ്റാനെല്ലാം പഠിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്തിന്. ഞാൻ
പഠിച്ചിട്ട് പിന്നെ എന്നോടാളി ഞാൻ കയറുന്നു പറഞ്ഞാൽ ഞാൻ കയറും. എനക്കിവിടെ വഴി ഉണ്ടാക്കി വെച്ചിന്. അന്ന് ദൈവം പറഞ്ഞു ഇനി അത് എൻ്റെ വഴി. എൻ്റെ മോനെ ഒയ്യോ തീയന്നെ. ഞാൻ കുറച്ചെല്ലാം ഗിയർ മാറ്റി പഠിച്ച് ഓരോ 1 2 3 4 5 6 റിവേഴ്സ് 1 2 3 ഓരോന്നാക്കി എന്നോട് പഠിച്ച്. ഇനിയിപ്പോൾ 1ലേക്ക് ഇടുക, അല്ല 2ലേക്ക് ഇടുക. അത്ര സ്പീഡ് കുറവാണ്. അല്ലെങ്കിലും 3ലേക്ക് ഇടാം. എന്താ വെച്ചാൽ അടുത്തൊരു ടേണിങ് വരുന്നതാണ്. ആടുന്ന് 3ലിടാം. ഇപ്പം 4ലിട്ടിട്ട് 3ലേക്ക് ഇടുക. ഞാൻ അടുക്കുന്നുണ്ട് അണ്ണന്മാരെ. അയ്യോ ആരും ഒന്നും പറയലേ, മാറിയില്ല. ഓക്കെ ചേരാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.